നമസ്കാരം, ഞാൻ ഡോക്ടർ രമണി. കരിങ്കാളി. കാളിയും കരിങ്കാളിയും തമ്മിലുള്ള വ്യത്യാസം. കാളി വിഗ്രഹങ്ങൾക്ക് പല രൂപങ്ങളും നമ്മൾ കാണാറുണ്ട്. ഇതുപോലെയുള്ളൊരു കാളി വിഗ്രഹം എന്ന് പറഞ്ഞാൽ കൽപ്പന, പരിച, കുപാലം, ദാരികാശിരസ്, വെൺമഴു, ഡമരു, ശൂലം, കയറ്, തോട്ടി, ഉലക്ക, തലയോട്ടി, പന്തി, സർപ്പം, ശംഖ്, അമ്പ്, വില്ല്, കുന്തം, ചക്രം. ഭദ്രകാളിയുടെ കയ്യിൽ കാണുന്ന ഈ കാളി രൂപമാണ് നമ്മൾ എല്ലാവരും കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ പേടിപ്പെടുത്തുന്ന ഒരു രൂപവും കൂടിയാണ്. കരിങ്കാളി, മഹാകാളി എന്ന രണ്ട് രൂപത്തിലും വേറെ വ്യത്യസ്ത രൂപങ്ങളിലും നമ്മൾ ഭദ്രകാളിയെ പൂജിക്കാറുണ്ട്. കരിങ്കാളിയെ പൂജിക്കുന്നു എന്ന് പറയുന്ന ക്ഷുദ്രാഭിചാരങ്ങളൊക്കെ മാറുന്നതിനും ക്ഷുദ്രാഭിചാര ദോഷങ്ങളും ശത്രു സംഹാരത്തിനും, ശത്രുവിൻ്റെ നിഗ്രഹിക്കുക, ശത്രു നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന സമയത്ത് ശത്രുക്കളെ അകറ്റുന്നതിനൊക്കെയാണ് കരിങ്കാളി മന്ത്രവും കരിങ്കാളി പ്രീതിയും നമ്മൾ നേടുന്നത്. അത് ഒരു മാന്ത്രികനെ കൊണ്ടോ അല്ലെങ്കിൽ അത് ഉപാസന ചെയ്യുന്ന ഒരു വ്യക്തിയെ കൊണ്ടോ യഥാവിധി നമ്മൾ കരിങ്കാളിയിൽ നമുക്ക് ഗുരുതിയിലൂടെയൊക്കെ നമുക്കിത് മാറ്റിയെടുക്കാം. കരിങ്കാളി മന്ത്രം പ്രയോഗനം നമുക്ക് ദുഷ്ടാഭിചാരക്രിയകളും അതുപോലെ ദൃഷ്ടിബാധ ദോഷങ്ങളുമൊക്കെ മാറ്റാനായിട്ട് പ്രയോഗപ്രദമാക്കാം.